കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിങ്ങനെ ഡെയിലി ഷോർട്സ് ഇടുന്നതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയുന്നുണ്ടാവും. എന്തായാലും ഇപ്പം ഞാനുള്ളത് ഹോസ്പിറ്റലാണ്. ഉപ്പാൻ്റെ കൈക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാറ്റിക്കെട്ടാനൊക്കെയാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഞാനും ഉപ്പയാണ് വന്നത്. രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ അത്ര തിരക്കുണ്ടായിട്ടില്ല. ആൾ വേഗം കാണിച്ച് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഉപ്പാൻ്റെ കൂടെ തന്നെ ആയിരുന്നു. കാരണം 2-3 ദിവസം കൂടുമ്പോൾ ഈ കൈയൊക്കെ ഒന്ന് മാറ്റിക്കെട്ടാനൊക്കെ വരണം. അപ്പം പിന്നെ അതിന് മുമ്പേ ആ ഷോപ്പ് തുറന്നിട്ടുണ്ടായിരുന്നു ഉപ്പ. അപ്പോൾ ഷോപ്പ് തുറന്ന് 2 ദിവസം കഴിഞ്ഞ പാടന്നെ വീണ്ടും പൂട്ടേണ്ടി വന്ന്. ഇതിന് മുന്നത്തെ പ്രാവശ്യം അങ്ങനെ തന്നെ ഉണ്ടായത്. ഉപ്പ കുറച്ച് ദിവസം ഷോപ്പ് തുറന്നപ്പോൾ വീണ്ടും പനി വന്നിട്ട് പൂട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറയും, ഇപ്പം തീരെ സമയം ശരിയില്ല എന്ന് പറയും ഉപ്പാനോട്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോണത്. ഉപ്പ ചായ കുടിക്കാൻ വേണ്ടി കയറി. എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞ്, കാരണം ചൂട് സമയമായതുകൊണ്ട് തന്നെ ഞാനൊരു കരിമ്പൻ ജ്യൂസ് കുടിച്ച്. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞ് നല്ല പൊരിഞ്ഞ, അതുമാത്രമല്ല നല്ല ചൂടുള്ള ബോണ്ടയുണ്ട്, അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അത് കഴിക്കലാണ്. അത് കഴിഞ്ഞ് ഉപ്പപ്പറുണ്ടായ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കപ്പ വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ 2 പണിക്കാരുണ്ടായിരുന്നു. റൂമിലെ ബാത്റൂമിൻ്റെ അവിടെ ഡോറ് ഫിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിന്ന് കുറച്ച് പണികളുണ്ട്. കാരണം ഇന്ന് സ്കൂളൊക്കെ ഇനി തുറക്കാനായല്ലോ. അപ്പോൾ പൊതിയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു ഞാൻ. കുറച്ച് ഭാഗം മാത്രം അടിച്ചു വാരിയിട്ട് ഞാനൊന്ന് സെറ്റാക്കിയതിന് ശേഷം ബാക്കിയുള്ള എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് വീണ്ടും. കാരണം ഇനിയിപ്പോൾ അത്രയുള്ള ദിവസമുള്ളൂ. കാരണം സ്കൂളൊക്കെ തുറക്കാനായി. അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കൊണ്ടുവരികയാണ്. ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നേരത്തെ സ്കൂൾ തുറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ 28 ആ ഒരു ടൈം ആകുമ്പോൾ സ്കൂൾ തുറക്കും. അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങാനുള്ളൂ. ശരിക്കും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടാകുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഓരോ കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കലാണ്. പിന്നെ സ്കൂളിലേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല. കാരണം സ്കൂളിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസറും ഷാർപ്പനറും ഒക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം പെൻസിലും കാര്യങ്ങളാണല്ലോ കൂടുതലും ഉപയോഗിക്കേണ്ടത് മക്കൾക്ക് ആവശ്യം വരുത്ത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് കുറച്ച് ഡ്രോയിങ് പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ വെറും വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടില്ല. ഒരു സ്റ്റിക്കർ മാത്രമേ വാങ്ങിക്കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഷാർപ്പനർ, റൈസറൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാനതൊന്നും വാങ്ങിയിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത് മാത്രമാണ് വാങ്ങിയിട്ടുണ്ടായത്. ആവശ്യമുള്ളത് വാങ്ങിയിട്ട് തന്നെ നല്ലൊരു എമൗണ്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം പെൻസിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിയത്. 3 കമ്പനീൻ്റെ പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെക്കേഷൻ സമയത്ത് ഞാൻ കുറച്ച് പെൻസിൽ അന്നേരം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ എന്താ പറയുക, ആവശ്യമുണ്ടെങ്കിൽ എന്നും വാങ്ങാമല്ലോ. എല്ലാം ഒന്നിച്ച് അങ്ങനെ വാങ്ങി വെച്ച് ഇവർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ദുരുപയോഗം ചെയ്യും. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കൺട്രോളില്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട് തന്നെ. ഞാൻ പിന്നെ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ വണ്ടിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു കീയും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കീ ചെയിനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലേഡും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത്രയാണ് ഈ ഒരു ബൾക്ക് ഐറ്റംസ്. അപ്പം അതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. പിന്നെ ഞാനൊരു എന്താ പറയുക, ഇതാ ഞാൻ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ള റൈസറും ഷാർപ്പനറും ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഒരു ബോക്സ് ആയിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ അപ്പം ആ സാധനങ്ങൾ അന്നേരം ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയായി. പിന്നെ ഇവർക്ക് ഓരോ ദിവസം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വേഗം തന്നെ കളയും. 2 ദിവസം കൊണ്ടൊക്കെ ഷാർപ്പനറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കും. അല്ലെങ്കിൽ അത് കാണാണ്ടാവും. അല്ലെങ്കിൽ റൈസറൊക്കെ ഇങ്ങനെ കച്ചറയാക്കിയിട്ടൊക്കെ കൊണ്ടുവരും, പൊട്ടിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് വെറുതെ വേണ്ടാണ്ട് വാങ്ങിക്കൂട്ടുന്നതിന് നല്ലത് ആവശ്യമുണ്ടെങ്കിൽ നോക്കി വാങ്ങാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ പൊതിയിടാനും കൂടെ ഇല്ല പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് അവരെ സ്കൂളിൽ നിന്ന് കിട്ടിയ
ടെക്സ്റ്റും നോട്ടിനൊക്കെ സെപ്പറേറ്റ് പൊതിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ കുറേ സമയം കണ്ടെത്താൻ നോക്കിയെങ്കിലും എനിക്ക് ലാസ്റ്റ് അങ്ങനെ ഒരു ടൈം കിട്ടുന്നേ ഉണ്ടായിട്ടില്ല. ഫൈനലി ഞാൻ എപ്പം വിചാരിക്കും രാവിലെ എണീറ്റിട്ട് മോളെ മദ്രസയിൽ വിട്ട് കഴിഞ്ഞപാട് വന്നിട്ട് പൊതിയിടാമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കില്ല. വന്ന് മോള് മദ്രസയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഞാൻ കിടക്കും. അപ്പോൾ പിന്നെ മടിയായി, പിന്നെ ചാവടിക്കലായി, പണിയൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇതാണ് ബില്ല്. 700 സംതിങ് ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിയിട്ട്. അങ്ങനെ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. എന്താ അങ്ങനെ പൊതിയിടേണ്ട കാര്യം. അപ്പോൾ കുറേ ഡിലേ ആയി പോയതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റ് ഒരു ടൈം കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിക്കും രാത്രി കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം പൊതിയിടാം. കാരണം പിന്നെ ഇവനെ കൂടെ ഉള്ള സമയത്ത്, മോന് കൂടെ ഉള്ള സമയത്ത് പൊതിയിടലൊന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഓന് ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും വലിക്കുകയോ കീറുകയൊക്കെ ചെയ്തിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് മടിയായി. ലാസ്റ്റ് ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ ഞാൻ പുറത്ത് കുട്ടികൾ കളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഉള്ളിൽ നിന്ന് റൂം പൂട്ടിയിട്ട് പൊതിയിട്ട്, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ നീണ്ട് പോവുകയും ചെയ്യും, പൊതിയിടലുണ്ടാവില്ല വിചാരിച്ച്. അങ്ങനെ ഓരോ ബുക്സിന് ഓരോ കളർ പൊതിയാണ്. ഹിന്ദിക്ക് ബ്ലൂ, അതുപോലെ തന്നെ മാത്സിന് എന്താ പറയുക പിങ്ക്, ഇംഗ്ലീഷിന് അങ്ങനെ കുറേ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അങ്ങനെ ഇതൊക്കെയാണ് അവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഒന്ന് പൊതിയിട്ട് സെറ്റാക്കണം. അങ്ങനെ ഈ ഒരു പേപ്പർ പൊതി എനിക്ക് തോന്നുന്നു വേഗം മഴയൊക്കെ നനഞ്ഞാൽ എന്താ പറയുക കീറിപ്പോകുന്നു തോന്നിയോണ്ട് തന്നെ ഞാൻ പിന്നെ അതിനൊരു ഗ്ലാസ് പൊതി, ട്രാൻസ്പെറൻറ്റ് പൊതിയും കൂടെ വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പൊതിയിടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിയും കഴിഞ്ഞ് ഞാൻ രാത്രിയിലേക്ക് ഫുഡിന് വേണ്ട പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇത് ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഓൾറെഡി നമ്മളെ കയ്യിൽ റൈസ് ഉണ്ടായിരുന്നു. അപ്പം റൈസ് ഇല്ലാണ്ട് തന്നെ ബീഫ് വേവിച്ചിട്ട് അതിൻ്റെ തിട്ടിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കണത്. ഇപ്പം എല്ലാം അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോക്കാണ്. അപ്പോൾ രാത്രി എനിക്ക് കുറേ സമയം മദ്രസ പഠിപ്പിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ചില സമയങ്ങളിൽ ഉണ്ടാക്കും, ചില സമയം ചോറ് കഴിക്കും. ഉമ്മ ചോദിക്കും ചോറ് മതിയാവുന്ന ചോദിക്കും. ഓക്കെ, നമുക്ക് ചോറ് മതിയോ പറയും. എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചോറ് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റാക്കായിരുന്നു. അപ്പോൾ തിരക്കായി, വൈകുന്നേരമായി, കുളിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടാണ്. ആ ഒരു സമയത്തായിരുന്നു മോൻ വന്നിട്ട് പറഞ്ഞത് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന്. പിന്നെ അതുണ്ടാക്കി കൊടുത്തിട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ അതുണ്ടാക്കലാണിപ്പോൾ. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഓരോ kg 1 kg ഒക്കെ വാങ്ങും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കലാണ്. ഫ്രോസൺ വാങ്ങിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കൽ. അപ്പം ഇന്ന് ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇത്താത്തയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും വന്ന്, കറണ്ടും ഉണ്ടായിരുന്നില്ല, നല്ല മഴക്കാറും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു എന്തായാലും ആ ഒരു സമയത്ത്. അങ്ങനെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കലാണ്. എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒട്ടും ടൈമില്ലാത്ത പോലെ തോന്നലാണ്. കാരണം ഞാൻ കുറേ സമയം എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനാണ്, ഇന്ന് വീഡിയോസ് ഇടണമല്ലോ എന്നുള്ള ഒരു ടെൻഷനിൽ ഞാൻ കുറേ കഷ്ടപ്പെട്ടൊക്കെ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യും. അപ്പം ഞാനിങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ ഓടിച്ചാടി നടക്കലാണ്. അങ്ങനെ ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ആണ്. പിന്നെ പിള്ളേർക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ശരിക്കും നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പുറത്തുനിന്നൊക്കെ പോയാലും ആദ്യം പറയും ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി തരണേൻ്റെ ചെറുത് പറയും. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കലാണ്. അപ്പം ഈ സാധനം ഇഷ്ടമില്ലാതെ ആരും ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാനത് പൊരിക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയി, നല്ല മഴയ്ക്കില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീട്ടിലത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ഓൾ.